ഇന്നലെ വി എസിന് വേണ്ടി കഴിഞ്ഞ 55 മണിക്കൂർ നമ്മൾ തത്സമയം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് പ്രേക്ഷകർ മനസ്സുകൊണ്ട് തൊട്ട ഒരു ഗാനം ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. അത് റിപ്പോർട്ടർ ടി വി പ്രിയപ്പെട്ട വി എസിന് കൊടുത്ത സ്നേഹാദരമായിരുന്നു. വി എസിനായി റിപ്പോർട്ടർ ടി വി നൽകിയ സ്നേഹാഭിവാദ്യമായിരുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ഗാനമായിരുന്നു അത്. ആ ഗാനം എല്ലാ പ്രേക്ഷകരും ഏറ്റെടുത്തു. ഞാൻ ഇന്നലെ DC ഓഫീസിൽ പോകുമ്പോൾ അവിടെയുള്ള നേതാക്കളും പറഞ്ഞു ആ പാട്ടിനൊരു വല്ലാത്ത സ്പർശമുണ്ട് എന്നാണ്. വി എസിനെ 55 മണിക്കൂർ പ്രിയപ്പെട്ട പ്രേക്ഷകർ കേൾക്കുന്നത് ഈ ഗാനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ആ ഗാനം ഒരിക്കൽ കൂടി ഒന്ന് കേട്ടുവരാം. സമരം കനൽ ജ്വാല തെളിയുന്ന വഴികൾ പറയും നായകൻ നീ. രുതിരം പടരും പുന്നപ്രവയലാറിൻ കണ്ടായി കരളായി നിറയുന്നു നീ. നെടുനായകൻ രണധീരനായി അടരാടുവാൻ പടയാളിയായി തൊഴിലാളിതൻ ചങ്ങാതിയായി ജനമനസ്സിലമരനിവനാ. വരും നാം പാടവൻ തോക്കിൻ മുനത്തുമ്പിൽ തോൽക്കാത്തവൻ. സകലമാലോക ഒന്നാകെ ചേരുന്നു നീലേ പിന്നോരം പാറുന്നു ഈ ചെങ്കൊടി. പ്രിയപ്പെട്ടവരെ, ഒരുപാട് പ്രേക്ഷകർ ഇതിനകം തന്നെ ഹൃദയത്തിൽ ഏറ്റെടുത്ത ഒരു ഗാനമാണിത്. ഈ ഗാനം എഴുതിയത് ആര് എന്ന് ചോദിച്ച് ഒരുപാട് പേര് ഇന്നലെ എൻ്റെ അടുത്ത് വന്നു. ആ ഗാനം എഴുതിയത് ഞങ്ങളുടെ ഡെസ്കിലെ അസോസിയേറ്റ് ന്യൂസ് എഡിറ്ററായ ഞങ്ങളുടെ പ്രിയപ്പെട്ട വിനേഷ് കുഞ്ഞിരാമനാണ്. വിനേഷ് ഒരു നല്ല കവിയും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പാട്ട് ഇതിനു മുമ്പ് നമ്മൾ കേട്ടത് ഓണത്തിൻ്റെ സമയത്താണ്. മനോഹരമായ വരികൾ ഹൃദയത്തിൽ നിന്നാണ് വിനേഷ് കുഞ്ഞിരാമൻ കുറിച്ചത്. ഞങ്ങളൊക്കെ വാർത്ത സംപ്രേഷണം ചെയ്യുമ്പോഴും ശരിക്കും ഹൃദയത്തിൽ നിന്നാണല്ലോ നമ്മൾ ചില കാര്യങ്ങൾ സംപ്രേഷണം ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ പറയുക. വിനേഷ് കുഞ്ഞിരാമൻ്റെ പാട്ടും അങ്ങനെ ഹൃദയത്തിൽ നിന്ന് വന്ന പാട്ടാണ്. അതിന് സംഗീതം നൽകിയത് ഗോഡ്വിനാണ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗോഡ്വിൻ. അതിൻ്റെ വിഷ്വൽ നരേഷൻ നടത്തിയത്, അതിൻ്റെ AI ക്രിയേഷൻ നടത്തിയത് ഫവാസും ഫൈസും നൗഫലും അടങ്ങുന്ന ടീമാണ്. അതിനെ മനോഹരമായി എഡിറ്റ് ചെയ്ത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഹരിദാസാണ്. ഇതിനെല്ലാറ്റിനും മുന്നിൽ നിന്ന് നയിച്ചത് ഞങ്ങളുടെ ക്രിയേറ്റീവ് ചീഫ് ഓഫ് ബ്രോഡ്കാസ്റ്റർ നമ്മുടെ പ്രിയപ്പെട്ട ഗോപനാണ്. ഒപ്പം ശ്രീ ആൻറ്റോ അഗസ്റ്റിനും നമ്മുടെ എഡിറ്റോറിയൽ ടീമും ആ ഗാനം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഒരു ടീം പോലെയാണ് ഞങ്ങളുടെ റിപ്പോർട്ടറിലെ വാർത്താമുറി കഴിഞ്ഞ 55 മണിക്കൂർ പ്രേക്ഷകർക്കൊപ്പം നിന്നത്. ഞങ്ങൾ അവരിൽ എത്ര മണിക്കൂർ പണിയെടുത്ത മനുഷ്യരുണ്ടെന്ന് ചോദിച്ചാൽ 15ഉം 16ഉം മണിക്കൂർ പണിയെടുത്തവരുണ്ട്. ഷിഫ്റ്റ് കഴിഞ്ഞിട്ടും പോവാതെ ഈ ന്യൂസ് റൂമിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒരുമിച്ച് പണിയെടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അവരാരും പണിയെടുക്കുകയായിരുന്നില്ല, അവരാ യാത്രയിൽ ഒപ്പം കൂടുകയായിരുന്നു. ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങൾ, ഏറ്റവും വ്യക്തതയോടെ ആ ശബ്ദങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി 2 ഷിഫ്റ്റുകളാണ് ഞങ്ങൾ നിശ്ചയിച്ചതെങ്കിലും ഷിഫ്റ്റുകളൊക്കെ മാറി ഷിഫ്റ്റ് സമയം കഴിഞ്ഞും ഡെസ്ക് റൂമിൽ തങ്ങിയ മനുഷ്യരുണ്ട്. പലരും ഉറങ്ങാതെ ഇരുന്ന ആളുകളുണ്ട്. അതൊരു ടീം വർക്കായി മാറുകയായിരുന്നു. അത് പ്രിയപ്പെട്ട VSന് ഞങ്ങളുടെ മാധ്യമപ്രവർത്തകരുടെ സംഘവും ഞങ്ങളുടെ കുടുംബം നൽകിയ ആദരവ് കൂടി.